അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ചൊരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്, നോക്കട്ടെ. അയ്യോ 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്, യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സുനന്ദ, ജൈവ കൃഷിക്ക് സുനന്ദ, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സുനന്ദ, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സുനന്ദ. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ, അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം കക്കൂസ് പോയിട്ടോ. നമ്മൾ നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്, ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ വിളിച്ചു. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയാം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചരിക്കരുത്. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്, പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെപ്പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ള നിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതിയില്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന്റെ വിതരണം, മറ്റേ ഓട്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ പെട്ടിരിക്കുന്ന പാവാട കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ടം വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ, അയ്യോ അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പൊടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോട്ടെ എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുട്ടി വെക്കാം. നീയല്ലേ നിക്കടിക്കാൻ ആരെ കൂടെ കൊടുക്കുന്നുള്ള മാറ.